കാര്യമില്ല. ആസിഫെ വീഡിയോ ആസിഫെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്, നോക്കട്ടെ ആസിഫിൻ്റെ വീഡിയോ. ഞാൻ ഇതിൽ റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല, അത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ബാക്ക് അടിച്ചു. ആസിഫിൻ്റെ ഏതാ? ഇതല്ലല്ലോ ആസിഫിൻ്റെ, ഇതല്ലേ? അന്ന് അവൻ്റെ അക്കൗണ്ട് സെർച്ച് ചെയ്താൽ കിട്ടൂലേ? അതല്ലേ? ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് വിളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും വിളിച്ച്. അതാ ഇവന് ശരിക്കും നമ്മള് തന്തയില്ല ഇങ്ങനെ ശരിക്കും ഇവന് ഉപ്പില്ല. ഇപ്പാന്ന് അതിനൊരു അർത്ഥം വന്നല്ലേ തന്തയില്ലാത്തവന്ന് വിളിക്കുന്നതിന്. നമുക്ക് കാര്യം പറയല്ലോ, ആസിഫ് സംഭവം നമുക്കെതിരെ പറഞ്ഞെങ്കിലും പറയുന്നതിൽ കാര്യമുണ്ട്. പിന്നെ എന്നെ ഇതിൽ ഇടുമെന്ന് എനിക്ക് അറിയേണ്ടത്. ഞാൻ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടില്ല, കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് നേരത്തെ ഒരാളൊക്കെ അയച്ചെന്ന് കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ബാക്ക് അടിച്ചു. കാരണം ലൈവിൽ റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു. നോക്കട്ടെ എന്നെ ഇതിൽ വലിച്ചിടുന്നുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. കാരണം ഇവനെ ഞാൻ നല്ലോണം മാന്തി പൊളിച്ച് വിട്ടതാണ്. അതിന്റെ ദേഷ്യം എന്തായാലും ഇവന്റെ ഉള്ളിലുണ്ടാവും. ഇവൻ എങ്ങനെയുള്ള ഒരാളാന്ന് ഇപ്പൊ മനസ്സിലാക്കാം. ഓക്കെ, ആസിഫിന്റെ ഉള്ളിൽ എന്താന്ന് പ്രതികാരം ഇതും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കാം. വീഡിയോ നോക്കാം നമുക്ക്. അപ്പൊ അതൊക്കെ ഏത് പ്രായത്തിലാണ് അതായത് എനിക്ക് ബുദ്ധി പിന്നെ ഭയങ്കര വലിയ ബുദ്ധിയാണ്. ബുദ്ധി വിവരം പ്രധാനമന്ത്രിയുടെ അവാർഡ് കിട്ടുന്ന കാര്യങ്ങളല്ലോ. ഒരു ഇതുണ്ടല്ലോ, ധൈര്യം പറയാം, ഒരു ക്യൂരിയോസിറ്റി കാണാനായിട്ട്. ഇവളെ കാണുമ്പോൾ കുത്തി കൊടലെടുക്കാനാണ്. എന്തിനാടാ എന്ത് നല്ല അടിപൊളിയായിട്ട് നമ്മള് പോയിക്കൊണ്ടെന്നാടാ. ഇന്റർവ്യൂ ആണോ അതോ കമ്പിക്കഥയാണോ? ഇന്റർവ്യൂയുടെ പേരിൽ കമ്പിക്കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടും കൂടി. ഇതെല്ലാം നമ്മളെ ബാധിക്കാട്ടോ. ഇതെല്ലാം ഇവർക്ക് തമാശയാണ്, പക്ഷെ നമ്മളിത് ബാധിക്കാട്ടോ. കാര്യം പറയല, നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് ചിരിച്ചോണ്ട് നിന്നോ? അതൊക്കെ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അത്ര ഡൗട്ട് ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി അവരെ കൊണ്ടുവന്ന് ടൊട്ടോറിയൽ ചെയ്യിപ്പിക്കാൻ ഒളിഞ്ഞു നോക്കുന്നത്. ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇതൊക്കെയാണ് ഇന്റർവ്യൂ, ഇതാണ് ഇന്റർവ്യൂ, ഇതൊക്കെയാണോ സപ്പോർട്ട്, ഇതൊക്കെയാണോ ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് പറയുന്നത്? ആരെങ്കിലും അത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ക്യൂരിയോസിറ്റി ആണോ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പെണ്ണായി പോയി. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ നാളെ കേസ് എനിക്കാ വരുന്നത്. ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇവനെന്ത് മാസടിച്ചിട്ടാണ് ഈ നാളെ ഇത് പറയുന്നത്? ഇവൻ മാസാക്കിട്ടാണ് അവിടെ പറയുന്നത്. ആടെ എങ്ങനെയെങ്കിലും ഒന്നും ഇത് കത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവൻ എന്തെല്ലോ പറയാന്ന്, എന്തെല്ലോ വായി കിട്ടിയെടുത്ത് പറയാന്ന്. അതിൽ മമ്മൂനി ബെസ്റ്റ് ആണെന്നല്ലേ പറയുള്ളൂ. നിന്റെ ഭാഗ്യം എന്ന് പറയാം. കാരണം ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് നട്ടലുള്ള ഏവരെയും കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ച് പെരുന്നാളിന് പോത്തിന് ഇറക്കുന്ന കാലത്തേനെ അതിൽ ഞാൻ ബെസ്റ്റ് ആണെന്ന് പറയുന്ന കാട്ടി വല്ല ബെസ്റ്റ് ആയിട്ട് പോയി കൈകൊട്ടാ പിന്നെ ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്റെ പേരും വേറൊരുത്തനും കൂടി ഉണ്ടോ? സഹതാപം മാത്രമേ. കാരണം ഏതൊരുത്തൻ ഇല്ലാത്ത കഥയാണ് ഇതെല്ലാം. വെറുതെ ആ തട്ടി വിടുന്നേന്ന് ഇവൻ എങ്ങനെയെങ്കിലും രണ്ടാൾക്കാർ ഇവനെ മറ്റേ ഇവന്റെ വിചാരം ഇവനെ മറ്റേ മാസ് മ്യൂസിയം ഇതുവെല്ലാം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ ഇതെല്ലാം ചെയ്യുന്നത്. മനസ്സിലായോ? ഇവൻ മറ്റേ എഡിറ്റർ ഫാൻ പേജുകളിൽ എഡിറ്റ് വരുമല്ലോ, ഇത് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫാൻ പേജുകളിൽ എഡിറ്റ് വരുന്നത് ഇവൻ എപ്പോ ഇരുന്ന് കാണുന്ന എപ്പോ ഇരുന്ന് കാണും. ഇവൻ അത് വിചാരിച്ചിട്ട് കുറച്ച് മാസം ആക്കാം, കുറച്ച് കോമഡി ആക്കാന്നുള്ള ലെവലിലാണ് നടന്നത്. അതിന്റെ ഇടക്ക് അവരവിടെ കുത്തി എന്താ ഫണ്ണില്ലേ മമ്മ എന്താ ഇത്ര ബോറിംഗ് ആയിരുന്നു എന്നുള്ള ലെവലിൽ ഇവരിങ്ങനെ ഇതാക്കുന്നുണ്ട്, എരിപ്പ് വരുന്നുണ്ട്. എന്തെങ്കിലും ഇവൻ കോമഡി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവൻ ഇങ്ങനെ എന്തെല്ലോ ചറ തട്ടി വിട്ടതാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നീ എന്തോ വിചാരിച്ചു? നീ ഇങ്ങനെ വന്നൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ട് ഇമാതിരി തെമ്മാടിത്തരം പറഞ്ഞിട്ട് നാളെ കുറെ എഡിറ്റിംഗ് പേജ് നിന്റെ ഈ പറഞ്ഞ ഈ അപരാധം എടുത്തിട്ട് ഇതാ ഞാൻ പറഞ്ഞ എഡിറ്റിംഗ് പേജ് അതാണ് എന്റേത്. മാസ് ബീജം കഴിഞ്ഞ് തൊലിച്ചെന്ന് വെക്കുമെന്നാണ് നീ വിചാരിക്കുന്നത്? ഒന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഇപ്പുറത്ത് വീട്ടിന്റെ ഇപ്പുറത്തായിരിക്കും, പക്ഷെ അത്ര നമ്മുടെ അതേ വൈബിളുള്ള ആൾക്കാരുണ്ടെങ്കിലേ നമുക്ക് കാണാം. ഇതുപോലത്തെ അവരാധിച്ച് ചോദ്യം എടുത്ത് അവൻ ഇട്ടോട് കൂടെ അവന്റെ വാചകം നീ ഇനിയും ഇതുപോലത്തെ കേൾക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മളെ സെൽഫ് റെസ്പെക്ട് അല്ലല്ലോ പോലെ നമുക്ക് ചാനലിന്റെ റേറ്റിംഗ് ഉണ്ടാക്കിയാൽ പോരെ, അല്ലയോ താത്ത? ഞാൻ കുറെ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് രാത്രിയാണോ പോവാ? രാത്രിയാണോ രാവിലെയാണോ? അവന് പൊങ്ങുമ്പോഴാണോ അവന് താഴുമ്പോഴാണോ? എടാ കാര്യമല്ലോ ഓളെന്തെല്ലാം ചോദിക്കുന്നത്? എടാ ഇത് കേട്ട പാടല്ലേ ഇത് കട്ട് എന്ന് പറയല്ലേ വേണ്ടത്? ആ ഡയറക്ടറിനെ അല്ലെങ്കിൽ ക്യാമറമാനെ നോക്കിയിട്ട് ഇങ്ങനെ സാധാരണ വേറൊരു ഇന്റർവ്യൂവർ ആണെങ്കിൽ ഇത് കേട്ട പാടല്ലേ ഡയറക്ടറിനെ ഒരു നോട്ടം നോക്കും, അല്ലെങ്കിൽ ക്യാമറമാനെ ഒരു നോട്ടം നോക്കും. ഇതെന്താ ചെയ്യണ്ടേ? കൺഫ്യൂസ്ഡ് ആവും. ഇവക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇവള് എപ്പോ പോയത്, എന്തെല്ലാം ചെയ്തത്, എന്താ ആക്കിയത്? രാത്രിയാണോ പോയത് രാവിലെയാണോ പോയത്? എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇതൊക്കെ അറിയാനുള്ള ആകാംക്ഷ. ഇതിനെക്കാട്ടി നിങ്ങൾ എല്ലാവരും ഫയർ ബുക്ക് ചെയ്തിരുന്നു, അത് കുറച്ചും കൂടി സേഫ് ആണ് ഇത് നോക്കുമ്പോൾ. ഓടൊക്കെ ഇളക്കി വീടൊക്കെ പണിത് എന്തൊക്കെ ഡൗട്ടാണ് നോക്കി ഒന്ന് ചിന്തിച്ചു നോക്കി. അറ്റ്ലീസ്റ്റ് ആ സൈഡിൽ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ചിരിച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു അത് കണ്ടപ്പോ? എങ്ങനെയായിരുന്നു? പൊങ്ങിയായിരുന്നു? താഴ്ന്നായിരുന്നു? ഇത് കണ്ടിട്ട് ആരെങ്കിലും പിടിച്ചായിരുന്നോ? മമ്മൂനെ ആരെങ്കിലും പിടിച്ചു തന്നായിരുന്നു? കൂട്ടുകാർക്ക് എങ്ങനെയായിരുന്നു? അവർക്ക് പൊങ്ങിയോ അതോ അവർക്ക് താഴ്ന്നോ? കുളിമുറിയിൽ എങ്ങനെയായിരുന്നു? ചേച്ചി ഡ്രസ് എന്തായിരുന്നു? ചേച്ചിയുടെ കളർ എന്തായിരുന്നു?
വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. വേറെ ഒന്നുമല്ല, ഇപ്പൊ ഇതിപ്പോ കുറെ സപ്പോർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ആൾക്കാർ വരും. കാരണം ഇത് അവന്റെ പാസ്റ്റ് അല്ലേ, പറയില്ലേ അവനെ എന്തിനാ ഇതൊക്കെ വെച്ച് ജഡ്ജ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ വരുമായിരിക്കും. ഈ പാസ്റ്റിൽ അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ ആസ്വദിച്ചു, അവന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെ ആസ്വദിപ്പിച്ചു, എന്നിട്ട് കുറെ ഓടളക്കി മാറ്റി, അവൻ കുളിമുറിയിലെത്തി നോക്കി. ഈ പറയുന്ന ആരുടെയെങ്കിലും, ഈ കാണുന്ന ആരുടെയെങ്കിലും ചിലപ്പോൾ അമ്മയോ പെങ്ങളുമാരോ അതിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയോളൂ ഇതൊക്കെ പാസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആരെങ്കിലും അതിന്റെ പണ്ടത്തെ അമ്മയല്ലായിരുന്നു, അതിന്റെ പണ്ടത്തെ പെങ്ങളുടെ ശരീരമില്ലായിരുന്നു, അത് കുഴപ്പമില്ല, അത് പാസ്റ്റ് ഇല്ല, അത് ഇപ്പോഴത്തെ അല്ലല്ലോ എന്ന് പറയുവാണെങ്കിലും ഇല്ല, ആരും പറയത്തില്ല. ദിസ് ഇസ് നോട്ട് എ ജോബ് മമോ, ദിസ് ഇസ് ക്രൈം, ദിസ് ഇസ് ഫക്കിംഗ് ക്രൈം. സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ആൾക്കാരുണ്ട്, ചിലപ്പോൾ ഇത് താങ്ങി പിടിക്കാൻ കുറെ പേര് വരുമായിരിക്കും. ഐ ഡോണ്ട് ഗിവ് എ ഫക്ക്. ഓ ഇവൻ എന്നെ എടുത്തിട്ടല്ലേ അതില്? ഓ ആടാ അത് ഡബ്ല്യൂടാ കാര്യം പറയല്ലേ ഇവൻ. ആ ഗ്യാങ്ങിനെയും പറഞ്ഞില്ല, എന്നെയും പറഞ്ഞില്ല ഇവൻ. അപ്പൊ അങ്ങനെ പ്രതികാരം ബോധമൊന്നുമില്ലല്ലോ ഇവന്. ഞാൻ ആദ്യം ഇവൻ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞപ്പോ എന്റെ മൈൻഡിൽ ഫസ്റ്റ് വന്നത് പണ്ട് ഞാൻ ഇവനെ പൊളിച്ചു വിട്ടതിന്റെ ദേഷ്യം അങ്ങനെ എന്തെങ്കിലും തീർക്കോ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് റെസ്പെക്റ്റഡാ കാര്യം. ഡബ്ല്യു ആസിഫ് സംഭവം ഓൻ ശരിയാണ്. മമ്മു ചെയ്ത ആ തെണ്ടിത്തരത്തിന് ഓൻ എതിരെ പറഞ്ഞു. അത് ഇപ്പൊ എനിക്കൊന്നും ഇതാക്കാൻ പറ്റൂല. എന്നെന്തായാലും നമ്മളെന്തായാലും ഇതിൽ വലിച്ചിട്ടില്ല അല്ലേ. ആ ഡബ്ല്യു മൈൻഡ് സെറ്റടാ, റെസ്പെക്ട്. കാര്യം പറഞ്ഞു പോയി. അതാ വെൽ സെഡ്. മമ്മൂന്റെ കാര്യം എന്താ ചെയ്യണ്ടേന്നുള്ളത് ഓഡിയൻസ് പറ. ഇനിയിപ്പം 1 മില്യൺ ആയോ?